പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ കമ്പ്യൂട്ടിംഗ് പേപ്പറാണ് നോക്കുന്നത്. മലയാള ഭാഷ കമ്പ്യൂട്ടിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇന്ന് പരിചയപ്പെടാം. പഠന സൗകര്യാർത്ഥം മലയാള ഭാഷ കമ്പ്യൂട്ടിങ്ങിനെ ആസ്കി ഘട്ടം, ഇസ്കി ഘട്ടം, യൂണിക്കോഡ് ഘട്ടം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാവുന്നതാണ്. സൈബർ മലയാളം എന്ന ഗ്രന്ഥത്തിൽ മലയാള ഭാഷാ കമ്പ്യൂട്ടിങ്ങിൻ്റെ ചരിത്രം എന്ന ലേഖനത്തിലൂടെ മഹേഷ് മംഗലാട്ടാണ് ആദ്യമായി ഇങ്ങനെയൊരു വിഭജനം നടത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ മലയാള ഭാഷാ കമ്പ്യൂട്ടിങ്ങിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും. ക്യാരക്ടർ എൻകോഡിംഗ്. ഭാഷയിലെ ലിപി രൂപങ്ങൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനായി ലിപികൾ എൻകോഡ് ചെയ്യണം. ഭാഷയിലെ ലിപി രൂപങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി എന്ത് വേണം? ലിപികൾ എൻകോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനായി ലിപികൾക്ക് മൂല്യം നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് ക്യാരക്ടർ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടി ലിപികൾക്ക് മൂല്യം നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് ക്യാരക്ടർ എൻകോഡിംഗ്. കമ്പ്യൂട്ടറിലെ ഭാഷാ വ്യവഹാരത്തിനാധാരം എൻകോഡിംഗ് വ്യവസ്ഥയാണ്. അതായത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതിനായി കമ്പ്യൂട്ടറിന് സംവേദനം ചെയ്യാനാകുന്ന പ്രത്യേക കോഡ് ഭാഷയിലേക്ക് മാറ്റണം. ആസ്കി, ഇസ്കി, യൂണിക്കോഡ് എന്നിങ്ങനെ എൻകോഡിംഗ് മാനകങ്ങളെ അടിസ്ഥാനമാക്കി മലയാള ഭാഷാ കമ്പ്യൂട്ടിങ്ങിൽ ഘട്ടവിഭജനം സാധ്യമാണ്. ആസ്കി, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ആസ്കി. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നതിൻ്റെ ചുരുക്കമാണ് ആസ്കി. 1963 അംഗീകരിച്ച 7 ബിറ്റുള്ള എൻകോഡിംഗ് വ്യവസ്ഥയാണ് ഇത്. 1963 ഇത് അംഗീകരിച്ചത്. ഇത് ഒരു 7 ബിറ്റുള്ള എൻകോഡിംഗ് വ്യവസ്ഥയാണ്. ആസ്കിയിലെ ഓരോ ബൈനറി ചേരുവയും കമ്പ്യൂട്ടർ കീബോർഡിലെ ഓരോ കീയുമായും അതുവഴി ഓരോ ലിപി ചിഹ്നവുമായും ബന്ധിപ്പിക്കുന്നു. ഇത്തരം ലിപി ചിഹ്നങ്ങൾ കൂടാതെ അദൃശ്യമായ കൺട്രോൾ ക്യാരക്ടറുകളും ആസ്കിയിലുണ്ട്. 128 ലിപി ചിഹ്നങ്ങൾ മാത്രം ഉൾപ്പെടുത്താൻ കഴിയുന്ന കോഡ് സമ്പ്രദായമായിരുന്നു 7 ബിറ്റുള്ള ആസ്കി. ഇംഗ്ലീഷിനോടൊപ്പം മറ്റു ഭാഷകളും കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനായി 7 ബിറ്റ് ആസ്കിയിൽ നിന്ന് പിന്നീട് 8 ബിറ്റ് ആസ്കിയിലേക്ക് മാറുന്നുണ്ട്. മലയാളം കമ്പ്യൂട്ടറിലെത്തുന്നത് ആസ്കി ഘട്ടത്തിലാണ്. ആസ്കിയുടെ എൻകോഡിംഗ് പരിധി 256 കളങ്ങളാണ്. മലയാളം പൂർണ്ണമായ രീതിയിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതിന് ആസ്കി അപര്യാപ്തമായിരുന്നു. ആസ്കിയുടെ 256 കോഡ് പോയിന്റുകളിൽ ഇംഗ്ലീഷ് ലിപികളെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനങ്ങളിൽ മലയാള ലിപികളുടെ ചിത്രങ്ങൾ ചേർത്താണ് മലയാള ലിപികളുടെ ഉപയോഗം സാധ്യമാക്കിയത്. തുടക്കത്തിൽ ആസ്കിയിലെ ലിപികൾക്ക് ടൈപ്പ്റൈറ്റർ ലിപികളുടെ എല്ലാ ന്യൂനതകളും ഉണ്ടായിരുന്നു. രചനാ അക്ഷരവേദിയുടെ ആസ്കിയുടെ 8 കൂട്ടം കളങ്ങൾ ചേർത്തുവെച്ച് മലയാളത്തിലെ സമഗ്ര ലിപി സഞ്ചയം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനാവുമെന്ന് തെളിയിച്ചു. ഇത് മലയാള കമ്പ്യൂട്ടിങ്ങിനെ സംബന്ധിച്ച് വിപ്ലവകരമായൊരു മുന്നേറ്റമായിരുന്നു. ഇന്ത്യൻ ഭാഷകളുടെ പൊതുവായ സവിശേഷതകൾ കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിഡാക് രൂപപ്പെടുത്തിയ എൻകോഡിംഗ് വ്യവസ്ഥയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് അഥവാ ഇസ്കി എന്നത്. ഇന്ത്യൻ ലിപികളുടെ എൻകോഡിങ്ങിന് വേണ്ടിയാണ് ഇത് രൂപീകരിച്ചത്. ആസ്കി എൻകോഡിങ്ങിൻ്റെ മാതൃകയിൽ 8 ബിറ്റുകൾ ഉൾക്കൊള്ളുന്ന കോഡ് വ്യവസ്ഥയാണ് ഇത്. ഇതിനും 8 ബിറ്റുകളാണ് ഉള്ളത്. ഇന്ത്യൻ ഭാഷാ ലിപികൾക്ക് വേണ്ടി ഇസ്ഫോക്ക് സിഡാക് പുറത്തിറക്കി. ഇസ്ഫോക്ക് കോഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഫോണ്ടുകൾ ഉപയോഗിക്കാനായി രൂപകൽപ്പന ചെയ്ത കീബോർഡ് മാനേജർ പ്രോഗ്രാമാണ് ISM അഥവാ ഇസ്ഫോക്ക് സ്ക്രിപ്റ്റ് മാനേജർ. ഇസ്ഫോക്ക് കോഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ
ഫോണ്ടുകൾ ഉപയോഗിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്ത കീബോർഡ് മാനേജർ പ്രോഗ്രാമിൻ്റെ പേരാണ് ISM. അച്ചടിയിലും DTPയിലും മലയാളത്തിൻ്റെ പ്രയോഗം വ്യാപകമാക്കുന്നത് ഇസ്ഫോക് ഫോണ്ടിങ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. രേവതി, കാർത്തിക എന്നിവ സീഡാക്കിലെ മലയാളം ഫോണ്ടുകളാണ്. ക്യാരക്ടർ എൻകോഡിങ്ങിന് ഏകീകൃത രൂപമില്ലാതിരുന്നത് കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ച് വിവരവിനിമയം നടത്തുന്നതിന് പ്രതിസന്ധി ഉണ്ടാക്കി. ലോകത്തെ എല്ലാ ഭാഷകളിലെയും ലിപികൾക്ക് വ്യതിരിക്തമായ കോഡ് പോയിന്റ് നൽകി എൻകോഡിംഗ് വ്യവസ്ഥാപിതമാക്കുക എന്ന ആശയമായിരുന്നു യൂണിക്കോഡ് കൺസോർഷ്യത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. യൂണിക്കോഡിൽ ഓരോ ഭാഷയിലെയും അടിസ്ഥാന ലിപിമാലയിലെ ഓരോ ലിപിക്കും പ്രത്യേകമായ കോഡ് നമ്പർ നൽകി വ്യവസ്ഥപ്പെടുത്തുന്നു. കമ്പ്യൂട്ടറിലൂടെയും സ്മാർട്ട് ഫോണിലൂടെയുമുള്ള മലയാള ഭാഷയുടെ വിവരവിനിമയ സുഗമമായത് യൂണിക്കോഡ് എൻകോഡിംഗ് കാലഘട്ടത്തിലായിരുന്നു. 1991 യൂണിക്കോഡ് സ്റ്റാൻഡേർഡിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത്. 96 യൂണിക്കോഡിൻ്റെ 2.0 പതിപ്പ് പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ പരിധി 16 ബിറ്റിൽ നിന്ന് 32 ബിറ്റിലേക്ക് പരിഷ്കരിച്ചു. ഇതോടെ കൂടുതൽ ഭാഷകളുടെ ലിപികൾ ഉൾപ്പെടുത്താൻ സാധിച്ചു. ഇന്ന് വിവിധ ഭാഷകളിലായി ഏകദേശം 1.5 ലക്ഷത്തിലധികം ലിപികൾ യൂണിക്കോഡിൽ ഉണ്ട്. ആ ഭാഷകളുടെയും കമ്പ്യൂട്ടർ വ്യവഹാരം സാധ്യമാക്കുക എന്നതായിരുന്നു യൂണിക്കോഡിൻ്റെ ലക്ഷ്യം. ഭാഷാ കമ്പ്യൂട്ടർ വിദഗ്ധരുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള കൂട്ടായ്മയാണ് യൂണിക്കോഡ് കൺസോർഷ്യം. ഭാഷാ കമ്പ്യൂട്ടർ വിദഗ്ധരുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള കൂട്ടായ്മയായിരുന്നു യൂണിക്കോഡ് കൺസോർഷ്യം. പ്രാദേശിക ഭാഷകൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ സഹായകമായ യൂണിക്കോഡ് ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും പര്യാപ്തമായിട്ടുള്ള എൻകോഡിംഗ് വ്യവസ്ഥയാണ്. യൂണിക്കോഡ് വന്നതോടെ എൻകോഡിംഗ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിലവിലിരുന്ന സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു വിധത്തിൽ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.